ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചോക്ലേറ്റും ലേസും വെച്ചിട്ടൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കി നോക്കിയാലോ. ലേസിൻ്റെ കവർ പൊട്ടിച്ച് ഞാനതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് പാൽ കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഇത് നെസ്ലേൻ്റെ 2 ചോക്ലേറ്റ്സ് ആണ്. ഒന്നിന് 20 രൂപയായി വരുന്നത്. അങ്ങനെ 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കവർ പൊളിച്ചിട്ട് നമ്മൾ പാലിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ 2 ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. രണ്ടും പൊളിച്ചിട്ടു. നമ്മൾ 2 പീസസ് ആക്കിയിട്ട് നമ്മൾ പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെ മെൽറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഡയറക്റ്റ് ഫ്ലെയിമിൻ്റെ മുകളിൽ നമ്മൾ വെക്കാൻ പാടില്ല. എന്നുവെച്ചാൽ അത് കരി പിടിച്ച് പോകാൻ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പം പ്ലേറ്റ് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതെടുത്തതിന് ശേഷം നമ്മളൊരു വലിയൊരു സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ബൗളിലോ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചതിൽ ആ വെള്ളത്തിലേക്ക് വേണം നമ്മൾ ഈ ചോക്ലേറ്റിലെ പ്ലേറ്റ് വെക്കാൻ വേണ്ടി. വീഡിയോയിൽ കണ്ട പോലെ അങ്ങനെ വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ചോക്ലേറ്റ് മെൽറ്റായി കിട്ടും. അപ്പോൾ ഇപ്പോൾ ചോക്ലേറ്റ് നല്ല രീതിയിൽ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഓരോ ലേസ് പീസസും എടുത്ത് നല്ല രീതിയിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ എല്ലാ ലേസ് പീസസും ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കും. അപ്പം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് കട്ട പിടിച്ചതിന് ശേഷം നമ്മൾ പുറത്തെടുക്കുക ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ചെയ്ത് നോക്കി, പക്ഷേ എൻ്റെ ഫ്രിഡ്ജിൻ്റെ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഞാൻ എടുത്തത് കുറച്ച് നേരത്തെ ആയിപ്പോയതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ കിട്ടിയില്ല. നല്ല രീതിയിൽ അത് ഹാർഡൻ ആയിട്ടുണ്ടായിട്ട്. പക്ഷേ നിങ്ങൾ നല്ല വൃത്തിക്ക് തന്നെ ഫ്രിഡ്ജിൽ വെച്ച് വെള്ളം ഊറ്റിയില്ല, അങ്ങനെയൊന്നും വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കണേ. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനലി കിട്ടിയ റെസിപ്പി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക് യു.